കുഞ്ചാലുമൂട്ടിലെ വട്ടുകുഞ്ഞമ്മയുടെ പ്രാക്ക് കാരണം കാനഡ മുഴുവൻ വൈറ്റ് സിമന്റ് അടിച്ചതുപോലെയായി. മഞ്ഞും മരങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധം കണ്ടുമെടുത്ത ഞാൻ അതുവഴി പോയ നയൻതാരയെ നോക്കി ഒരു കവിത അങ്ങ് കീച്ചി. ആഹാ, നല്ല അർത്ഥവത്തായ കവിത. അങ്ങനെ നയൻതാര രണ്ടാം വട്ടവും ഓസ്കാറിന് അർഹയായി. ഞാൻ ഉണർന്നേനെ, പക്ഷേ തന്തേക്കാൾ മോശം. കറ്റാച്ചാൻകുഴിയിലെ മുതുക്കി ചിറ്റപ്പൻ പലവട്ടം പറഞ്ഞു, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. പക്ഷേ ഞാനത് കേട്ടില്ല. ചന്ദ്രനിൽ ഒരു മൂട് ചീനിക്കിഴങ്ങ് എന്ന പദ്ധതിയുടെ ചർച്ചയ്ക്കിടെ നട്ടപ്പാതിരക്കഥ നയൻതാര ചോദിച്ചതാകട്ടെ അവളുടെ അമ്മുമ്മയുടെ വീട്ടിലുള്ളതുപോലുള്ള മാങ്ങ. മാവ് പോയിട്ട് മുരിങ്ങ പോലും മുളയ്ക്കാത്ത കാനഡയുടെ തണുപ്പത്ത് ഒടുവിൽ ഞാൻ പച്ചമാങ്ങ കണ്ടെത്തി. മൃതസഞ്ജീവനെ തേടിപ്പോയ ഹനുമാനും സ്വർണം തേടി KGF-ലേക്ക് പോയ റോക്കി ബായും സന്ധ്യയ്ക്ക് ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ കയറാറുണ്ട്.